തല അജിത് നായകനായി എത്തിയ ഗുഡ് ബാഡ് അഗ്ലി സിനിമ ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പ് തുടരുകയാണ്. ഈ വർഷത്തെ തമിഴിലെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമെന്ന റെക്കോർഡാണ് ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ഈ ആക്ഷൻ മാസ് ചിത്രം സ്വന്തമാക്കുന്നത്. തമിഴ് പുത്താണ്ട് പ്രമാണിച്ചുള്ള എക്സ്റ്റൻഡ് വീക്കെൻഡ് നന്നായി തന്നെ ഗുഡ് ബാഡ് അഗ്ലി മുതലെടുത്തുവെന്നാണ് ട്രാക്കർമാരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അജിത്തിന്റെ മുൻ ചിത്രം വിടാമുയർച്ചി ഈ വർഷം ഫെബ്രുവരിയിൽ ഇറങ്ങിയ ലൈഫ് ടൈം കളക്ഷൻ 136 കോടിയാണ് നേടിയത്. ഈ കളക്ഷനെ ഗുഡ് ബാഡ് അഗ്ലി 4 ദിവസത്തിൽ മറികടന്നുവെന്നാണ് ട്രാക്കറായ സാക്നിൽ.com പറയുന്നത്. വിടാമുയർച്ചി അതിന്റെ ഉയർന്ന ബജറ്റ് കാരണം 136 കോടി നേടിയെങ്കിലും പരാജയ ചിത്രമായാണ് വിലയിരുത്തുന്നത്. അതിനാൽ തന്നെ ഗുഡ് ബാഡ് അഗ്ലിയിലൂടെ തമിഴ് സൂപ്പർ സ്റ്റാർ അജിത് കുമാർ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ ഡ്രാഗണിന്റെ ഈ വർഷത്തെ തമിഴിലെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡും അജിത് ചിത്രം മറികടന്നേക്കും. 152 കോടിയാണ് ഡ്രാഗണിൽ ലൈഫ് ടൈം കളക്ഷൻ. അത് 5ാം ദിനത്തിലെ ആഗോള കളക്ഷൻ വിവരം വരുന്നതോടെ മറികടക്കുമെന്നാണ് സൂചന. അതേസമയം ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ഗുഡ് ബാഡ് അഗ്ലി 100 കോടി പിന്നിട്ടിട്ടുണ്ട്. സാക്നിൽക്കിന്റെ കണക്ക് പ്രകാരം തമിഴ് പുത്താണ്ട്, വിഷു പോലുള്ള അവധികൾ നിലനിൽക്കുന്ന തിങ്കളാഴ്ച ചിത്രം 15 കോടിയാണ് നെറ്റ് കളക്ഷൻ നേടിയത്. ഇതോടെ ഇന്ത്യയിലെ മാത്രം ചിത്രത്തിന്റെ കളക്ഷൻ 101.3 കോടിയായി. മാസ് ആക്ഷൻ പടമായി എത്തിയ ചിത്രത്തിൽ സുനിൽ, ഷൈൻ ടോം ചാക്കോ, പ്രസന്ന, ജാക്കി ഷറോഫ്, പ്രഭു, യോഗി ബാബു, തൃഷ, പ്രിയ വാര്യർ, സിമ്രാൻ തുടങ്ങി വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.